ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എപ്പോഴും മതങ്ങളെ വിമർശിക്കുകയും മറ്റും ചെയ്യുന്ന നീ എന്ത് രൂപത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളാണ് സമൂഹത്തിന് ചെയ്യുന്നത് എന്ന് ചോദിച്ച് പലരും നെഗറ്റീവ് കമൻറ്റുകളുമായി വരാറുണ്ട്. പക്ഷേ ഞാനതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല. നമ്മൾ ആർക്ക് എന്ത് ചെയ്യുന്നു എന്നത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എൻ്റെ ഒരു പോളിസി അതാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ് എന്ന് മറ്റുള്ളവർ അറിയേണ്ടതായിട്ട് വരും. അതെന്തിനാണ്? സഹായിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ട്, അവർക്ക് കൂടി ഒരു പ്രചോദനമാകുമല്ലോ. നിങ്ങൾക്കറിയാമോ, എനിക്കൊരു വീടോ ഒരു ഇരിപ്പിടമോ ഒരു കിടപ്പാടമോ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിട്ടിയ യൂട്യൂബിൻ്റെ വരുമാനവും മറ്റുമൊക്കെ കൂടി ഒരുമിപ്പിച്ച് വെച്ച് ഒരു ഡിവോഴ്സി ആയിട്ടുള്ള ഒരു സാധു സ്ത്രീ, അവർ ഗൾഫിലൊക്കെ പോയിട്ട് രോഗമൊക്കെ ആയിട്ട് മടങ്ങി വന്നതാണ്. അവർക്കൊരു 5 സെൻറ്റ് സ്ഥലം വാങ്ങി ചെറിയ ഒരു വീട്, ഒരു റൂമേ ഉള്ളൂ, ഒരു വലിയ റൂമാണ്, ഒരു അടുക്കള, ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് ചെറിയ രൂപത്തിൽ ടൈലും കിട്ടി. അങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു താക്കോൽ കൊടുക്കുന്ന സമയത്ത് ഒരു വീഡിയോ ആക്ക്. എനിക്കത് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കതിൽ വലിയൊരു സംതൃപ്തിയും സമാധാനവും തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതുപോലെ ഒരുപാട് ആളുകൾ രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ടുമ്പോൾ, കടബാധ്യത കാരണം ബുദ്ധിമുട്ടുമ്പോൾ, എനിക്കതിനേക്കാൾ വലിയ കടവും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ എമ്പാടുമുണ്ട്. പലപ്പോഴും ഒരു 100 രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അതിനേക്കാൾ പരിതാപകരമായൊരു സാഹചര്യത്തിലാണ് പോകുന്നത്. അങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമ്മളൊക്കെ സഹജീവികളോട് സ്നേഹവും കാരുണ്യവും കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് ഒരു പേന വാങ്ങിക്കൊടുത്താലും അവരുടെ ചിത്രം എടുത്ത് പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, ആരും എന്നെ ഒന്നും ഏൽപ്പിച്ചിട്ട് ഞാൻ ചെയ്യുന്നതുമല്ല. അതുകൊണ്ട് ആർക്കും ഒരു കണക്കും കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഞാനൊന്ന് സാന്ദർഭികവശാലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം വിമർശിക്കുന്നവർക്ക് ഒരു വടി കിട്ടിയാൽ മതി, അവർ പൊതിരെ തല്ലും. അതെന്തിൻ്റെ പേരിലാണ് എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. ഒരാളെ അടിക്കാൻ കിട്ടിയാൽ അടിക്കുക, അവർ നല്ലത് ചെയ്താലും ശരി അടിക്കുക, ചീത്ത ചെയ്താലും ശരി അടിക്കുക. ചിലരുടെ നിലപാടുകൾ അങ്ങനെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ നല്ലതും, ചീത്തയാണ് ചെയ്യുന്നതെങ്കിൽ ചീത്തയും അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം. ഇന്നങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോള്. അപ്പോൾ ഞാൻ എന്താണാവോ വല്ലാതെ, ഒന്നാമത്തെ കാര്യം ഫോൺ ബിൽ അടിക്കുമ്പോൾ തന്നെ വിഷമവും ടെൻഷനുമാണ്, എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഫോൺ എടുത്തപ്പോഴാണ് ഒരു 34-കാരനായ ഒരു യുവാവ് കരുനാഗപ്പള്ളിയിൽ നിന്ന് വല്ലാതെ പരിതാപകരമായൊരു സാഹചര്യത്തിൽ നിൽക്കുന്നു, എന്നോടൊന്ന് സഹായിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഫിനാൻഷ്യലി വളരെ വളരെ ഡൗൺ ആയിട്ടുള്ള ഒരാളാണ്. പലപ്പോഴും മീൻ വാങ്ങാൻ പോലും 100 രൂപ കയ്യിലെടുക്കാനുണ്ടാകില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ടീച്ചർക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാൻ പറഞ്ഞു, അയ്യോ സാമ്പത്തികമാണെങ്കിൽ എന്നെ കൊണ്ട് കഴിയില്ല. അല്ല, നിങ്ങൾക്ക് ഇത്ര ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട്, നിങ്ങളുടെ കയ്യിലൊരു ചാനലുണ്ട്, ഒരു വീഡിയോ ഇട്ട് എന്നെ ഒന്ന് സഹായിക്കാമോ? അപ്പോൾ നമ്മുടെ ബൈജുവിൻ്റെ റിലേറ്റീവാണ്, ബൈജുവിന് അറിയുന്ന ആളാണ്. അപ്പോൾ ബൈജു കൊടുത്തതാണ് നമ്പർ. ശരി, നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഒരു സഹായം, ഒരു ഉപദ്രവമല്ലാത്ത ഒരു സഹായമല്ലേ, ശരി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവരുടെ ഹിസ്റ്ററി കേട്ടപ്പോൾ ഞാൻ അല്ലെങ്കിലേ ദുർബല മനസ്കയാണ്, ഞങ്ങൾ സങ്കടം വന്നു, വല്ലാതെ ഞാൻ കരഞ്ഞുപോയി. ഒരു 34-കാരനായ യുവാവ്, ഒരു വെൽഡിങ് പണിക്കാരനാണ്. 10 വർഷത്തോളമായി തളർന്നു കിടക്കുന്ന പിതാവ്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മകനുണ്ട്. അവരുടെ ദിനംപ്രതിയുള്ള പട്ടിണി കണ്ട് സഹിക്കാൻ വയ്യാതെ വേദനകൾ കടിച്ചമർത്തി ഈ യുവാവ് വെൽഡിങ് പണിക്കിറങ്ങുന്നു. തലചുറ്റലും BP-യും ശാരീരികമായ അസ്വസ്ഥതകളും ഒക്കെ വന്നു. അടുത്തൊരു ക്ലിനിക്കിൽ കാണിക്കുന്നു. വിവിധ ടെസ്റ്റുകളും മറ്റും ചെയ്തപ്പോഴാണ് അറിയുന്നത് അനൂപിന് പിടിച്ചിരിക്കുന്നത് ബ്ലഡ് ക്യാൻസർ ആണ് എന്ന്. എത്ര കാലമായി ഇപ്പൊ ഈ ഒരു അസുഖം തുടങ്ങിയിട്ട്? 3 വർഷം കഴിഞ്ഞു. 3 വർഷം. ഇത് എന്തായിരുന്നു ഇതിന്റെ തുടക്കം? എന്തായിരുന്നു? ശരീരം വേദന. ശരീരം വേദന വന്ന് തലചുറ്റല്. എന്നിട്ട് എവിടെ ആദ്യം കാണിക്കുന്നത്? ഇവിടെ അടുത്തൊരു ക്ലിനിക്കിലാണ് കാണിച്ചത്. എന്താ ഹോസ്പിറ്റലിന്റെ പേര്? ഉഷ ഹോസ്പിറ്റൽ എന്ന പേര്. അവിടെ കയറി കാണിച്ചപ്പോൾ പ്രഷർ കൂടുന്നതാന്ന് പറഞ്ഞു. അങ്ങനെ അതിനുള്ള മരുന്ന് കഴിച്ച് കുറെ
പിന്നെ അത് യൂറിക് ആസിഡിന്റെ അസുഖം എന്ന് പറഞ്ഞു. ആ ആ ആ ജോയിന്റ് ഒക്കെ വേദന വന്നു. അതങ്ങനെ കാണിച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഹമെല്ലാം വേദന വന്നപ്പോൾ സ്കാനിങ്ങിന് എഴുതി തന്നു. സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആ കിഡ്നിയുടെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ. അങ്ങനെ ഞാൻ ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് കാണിച്ച് അവര് ചെക്ക് ചെയ്തപ്പോഴാണ് ഈ അസുഖത്തെ പറ്റി. എന്തായിരുന്നു അപ്പൊ ആദ്യത്തെ റിപ്പോർട്ടിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? എന്നെ ചെക്ക് ചെയ്തിട്ട് ആദ്യം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗത്തെ പറ്റി പറഞ്ഞത് ഈ ക്യാൻസറിന്റെ ആരംഭമാണെന്ന് പറഞ്ഞു. അത് എന്തില്? ബ്ലഡിനകത്ത്. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിന്റെ ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് RCC പോകാൻ പറഞ്ഞു. അങ്ങനെ RCC പോയി. എന്നിട്ട് എത്ര വർഷം RCC ട്രീറ്റ്മെന്റ്? 1 വർഷം കണ്ടിന്യൂ ഹോസ്പിറ്റലിനകത്ത് തന്നെ ഞാൻ കിടന്നു. 1 വർഷം ഉള്ളിൽ തന്നെ. എന്തൊക്കെയായിരുന്നു അപ്പൊ അന്ന്? റേഡിയേഷൻ? കീമോ മാത്രമേ ഉള്ളായിരുന്നു ഈ 1 വർഷം. എത്ര കീമോ ചെയ്തു? ചെയ്തെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-60 മേലെ ചെയ്തു അല്ലെ? പിന്നെ അതിനുശേഷം പിന്നെ ഏകദേശം ഭേദമായോ? എങ്ങനെയാ? ഇല്ല, ഇത് ഈ 1 വർഷം കഴിഞ്ഞപ്പോ തന്നെ 1 വർഷം 4 മാസം കണ്ടു കഴിഞ്ഞപ്പോ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് അവിടെ തന്നെ അടുത്ത് റൂം എടുത്ത് താമസിക്കണം. എന്നും രാവിലെയും വൈകിട്ടും ഡോക്ടറെ കാണണം വന്ന്. എന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് അവിടെ റൂമിൽ പോവുക. 4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ചെന്ന് അഡ്മിറ്റ് ആവും. 4 ദിവസത്തേക്ക് നമുക്ക് എന്തോന്ന് ഡിസ്ചാർജ് ചെയ്ത് തരുത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് അഡ്മിറ്റ് ആയി 15 ദിവസം പിന്നെ അവിടെ കീമോ ചെയ്ത് അവിടെ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോ എന്താണ് ഇപ്പത്തെ ഒരു പ്രശ്നം? എന്താണ് രണ്ടാമത് കീമോ കഴിഞ്ഞ് ഇത് സൈഡ് എഫക്റ്റ് ആയിട്ട് എന്റെ കാലിന് എല്ല് പൊട്ടിയിട്ട് അത് പൊടിയുന്നു. അത് ഇന്ന സ്ഥലത്തുന്നുണ്ടോ? എല്ലായിടത്തും? എല്ലാ എല്ലില്ല, ഈ കാലിന്റെ ഇടുപ്പെല്ലിന് ജോയിന്റ് അതിങ്ങനെ പൊടിയുന്നു. അത് പിന്നെ അതിനെപ്പറ്റി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞ് ഈ എല്ലിന്റെ അവിടെ ഹോസ്പിറ്റലിൽ ഓർത്തോടെ എന്ത് കാണിച്ചപ്പോൾ കോട്ടയത്ത് തന്നെ കാണിച്ചത്. അവര് പറഞ്ഞു എന്റെ ഈ അവസ്ഥയിൽ ഇപ്പോഴത്തെ ഏജിനകത്ത് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എത്ര വയസ്സായി? 34 വയസ്സ്. ഇപ്പൊ 34. തീരെ കിടപ്പാവുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നാണ് അവിടുന്ന് പറഞ്ഞത്. അത് എല്ല് പൊടിയുന്ന അത് കണ്ടെത്തി. അത് ട്രീറ്റ്മെന്റ് ഇപ്പൊ എവിടെ കാണിച്ച? അമൃതയിൽ പോയായിരുന്നു. അമൃതയിൽ കാണിച്ചപ്പോ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞ് ആകെയുള്ള ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പറേഷൻ ചെയ്ത് വേറെ പീസ് വെക്കണം. ഈ പൊടിഞ്ഞു പോണ ഭാഗത്ത്. അപ്പൊ ഈ രോഗം സ്ഥിരീകരിക്കുന്ന സമയത്ത് ജോലി ഉണ്ടായിരുന്നല്ലോ? ജോലി എന്തായിരുന്നു അത്? എനിക്ക് വെൽഡിങ്ങിന്റെ പണിയായിരുന്നു. പിന്നെ ഇത് ചെയ്യാൻ ഈ കാലുകൊണ്ട് പിന്നെ എണീച്ച് നിന്ന് മുകളിലോട്ടൊന്നും കയറാനും പിടിക്കാനും കുത്തിയിരുന്നൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ജോലിക്ക് പോകാം. ഈ വീട് സ്വന്തം വീടാണോ? അല്ലല്ല, വാടകയ്ക്ക് താമസിക്കുക. എത്ര രൂപ വാടക വരുന്നുണ്ട്? 3000 രൂപ വാടക. ഒരു മോനോ? എല്ലാവരും കുഞ്ഞല്ലോ? ഒരു കുഞ്ഞ് 1ാം ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ. അപ്പൊ ഏകദേശം 6 വയസ്സ് 8 വയസ്സ്. ഒരു കാര്യം എന്ന് വെച്ചാൽ 1 വർഷം ഹോസ്പിറ്റലിൽ കിടന്നതിന്റെ കുഞ്ഞിനെ പോകാൻ പറ്റിയില്ല. ഒരു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയും ഏക അത്താണിയുമാണ് ഈ അനൂപ് എന്ന 34-കാരനായ യുവാവ്. അങ്ങനെ കരുനാഗപ്പള്ളിക്കാരെല്ലാം കൂടി അവരുടെ സുമനസ്സുകളുടെ സഹായം എത്തി ഒരു മുറുക്കാങ്കട ഇട്ട് കൊടുത്ത്. കാരണം വെൽഡിങ് പണിയൊന്നും ഇനിയും കക്ഷിക്ക് പറ്റില്ല. വീണ്ടും ആ കീമോയും റേഡിയേഷൻ ഒക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. അതിനോടനുബന്ധിച്ചിട്ട് വീണ്ടും അനൂപിന് ജോയിന്റ് പെയിൻ തുടങ്ങി. കൊണ്ട് കാണിച്ചപ്പോഴാണ് ഈ അസുഖത്തിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന നിലയിൽ ജോയിന്റിലുള്ള എല്ലുകൾ പൊടിയുന്നു. വേദനയ്ക്കുമേൽ വീണ്ടും വീണ്ടും വേദനകൾ വന്ന് നിറയുവാണ്. ഈ യുവാവിന് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയുന്നില്ല. ഈ സമയത്ത് നമ്മൾ തൽക്കാലം സംഘടനകളും രാഷ്ട്രീയവും മതവും ഒക്കെ മാറ്റിവെച്ച് പച്ചയായ മനുഷ്യരാകണം. നാളെ നമുക്കും വരാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മതക്കാരും നമ്മുടെ സംഘടനക്കാരും തന്നെയാണോ നമ്മളെ പൊക്കിയെടുക്കുന്നതും ആശുപത്രി കൊണ്ടുപോകുന്നതും? നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരല്ലേ. ആക്സിഡൻറ്റുകൾ ഉണ്ടാകാറില്ല. കോഇൻസിഡൻസ് എന്തെല്ലാം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ കീമോയും റേഡിയേഷനും ഒക്കെ ആയിട്ട് യുവാവിൻ്റെ എല്ലുകൾ പൊടിയുന്നു. ആ മുറുക്കാങ്കടയിൽ ഇരുന്ന് പോലും തളർന്നു കിടക്കുന്ന പിതാവിനും മാനസികമായി തളർന്ന മാതാവിനും എന്ത് ചെയ്യണം എന്നറിയാതെ ജീവിതത്തിൻ്റെ പാതി വഴിയിൽ അന്താളിച്ച് നിന്നുപോയ ഒരു സ്ത്രീക്കും മകനും ചെലവിന് കൊടുക്കാനുള്ള അത്താണി ഉണ്ടാക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. ഇപ്പോൾ ഈ എല്ലുകൾ പൊടിയുന്ന രോഗത്തിനൊരു സർജറി ചെയ്യണം. അതിന് ഭീമമായ എമൗണ്ട് അനിവാര്യമാണ്. ലക്ഷങ്ങൾ വേണം. അതുകൊണ്ട് മുറുക്കാങ്കട കൊണ്ട് കുടുംബം പോലും കഴിഞ്ഞു പോകാൻ കഴിയാതിരിക്കെ
അയാൾക്ക് ഇത്രയും വലിയ ഭാരിച്ച ചെലവുകളൊന്നും വഹിക്കാൻ പറ്റില്ല. മെഡിസിന് പോലും പൈസ ഇല്ലാതെ നമ്മുടെ മുമ്പിൽ ഒരാൾ കേണു നിലവിളിക്കുക. ഈ വേദനയിൽ നിന്നും ഒരു ശമനം കിട്ടാൻ ഒരു ടാബ്ലറ്റ്, നമ്മളൊക്കെ വിചാരിച്ചാൽ അത് പറ്റും. ആ വേദനയ്ക്ക് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും തടസ്സമാകരുത്. നമ്മൾ എത്രയോ പണം ഭക്ഷണത്തിന് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും നമ്മുടെ ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയും ചെലവഴിക്കുന്നുണ്ട്. എത്രയോ പണം അനാവശ്യമായി നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ കൈതങ്ങളിൽ നിന്നും ഒഴുകിപ്പോകാറുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്നും ഈ പോകുന്ന പണം ഒരു യുവാവിൻ്റെ വേദനയുടെ ശമനത്തിനൊരു കാരണമാകുന്നെങ്കിൽ നമ്മൾ മടിച്ചു നിൽക്കണം. ഒരു ദിവസം കൊണ്ട്, അതല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കോടിക്കണക്കിന് രൂപ ഒരു ചെറിയ കുഞ്ഞിനു വേണ്ടി സമാഹരിച്ച ഈ കേരളക്കരയ്ക്ക് ഈ യുവാവിൻ്റെ ചെലവ് വലിയ ഭീമമായിരിക്കില്ല. പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ നമ്മൾ എല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ 5 ജീവിതങ്ങളാണ് രക്ഷപ്പെടുന്നത്. ചെറിയ കുഞ്ഞ്, ഒരു സ്ത്രീ, വൃദ്ധയായ ഒരു മാതാവ്, 10 വർഷമായി രോഗബാധിതനായി തളർന്നു കിടക്കുന്ന ഒരു പിതാവ്, 34-കാരനായൊരു യുവാവ്. ഇനി ഒരു പക്ഷേ ഈ വീഡിയോയുടെ താഴെയും നെഗറ്റീവ് കമൻറ്റുകൾ വരും. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതു ചിന്താധാര അങ്ങനെയാണ്. എന്തിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് അത് ചിന്തിക്കുന്നില്ല. കാരണം ഇന്ന് എനിക്ക് ആരോഗ്യമുണ്ട്, അപ്പോൾ ആരോഗ്യമില്ലാത്ത ഒരു മനുഷ്യന്റെ വേദനയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയാണ് അധികം ആളുകളും ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ സമൂഹം ഇങ്ങനെ നിലനിന്ന് പോകില്ല. അതുകൊണ്ട് മുമ്പൊരിക്കൽ ഞാൻ നിങ്ങളോട് ഇതേപോലെ ഒരു വീഡിയോയുമായി വന്നു. ഒരു ഷെരീഫ് എന്ന മത്സ്യത്തൊഴിലാളിയെ രക്ഷപ്പെടുത്താൻ എല്ലാവരും കൈയയഞ്ഞ് സഹായിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ഒരു പക്ഷേ ആ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് നല്ല രൂപത്തിലുള്ള ചികിത്സയൊക്കെ കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അയാൾ രക്ഷപ്പെടുമായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലത്തെ ഒരവസ്ഥ ഈ അനൂപിൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മളെല്ലാവരും കൈയയഞ്ഞ് സഹായിക്കണം. ഒരുപാട് വസ്ത്രങ്ങളും ഭക്ഷണവും അതല്ലാതെ കറങ്ങാനുമൊക്കെയായി ധാരാളം പണം ചിലവഴിക്കുന്ന നമുക്ക് നമ്മൾ ഈ കൊടുക്കുന്ന ഒരു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു പണം ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ വേദന കൊണ്ട് പിടയുമ്പോൾ ഒരു ഗുളികയ്ക്കെങ്കിലും ഒരാശ്വാസമാകുന്നെങ്കിൽ അതൊരു അനുഗ്രഹമായിട്ട് കാണണം. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ആ രൂപത്തിൽ കാണണം. ദയവായി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കി ആ യുവാവിനെ, ആ കുടുംബത്തെ സഹായിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുവാണ്. നിങ്ങൾ ചോദിക്കും, നീ എന്ത് കൊടുത്തു? എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ നിങ്ങളോട് സഹായത്തിന് വരുന്നത്. നമ്മളെല്ലാവരും ഒത്തുപിടിച്ചാൽ ഒരു പക്ഷേ ആ മനുഷ്യന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. അങ്ങനെ ഈ സാഹചര്യത്തിലാണ് നമ്മൾ മനുഷ്യത്വം കാണിക്കേണ്ടത്. ജാതിയും മതവും ഒക്കെ മാറ്റിവെക്കുക. നമ്മുടെ ഒക്കെ കണ്ണുനീര് ഒരുപോലെ, ചോര ഒരുപോലെ, നമ്മുടെ വൈകാരികതകൾ ഒരുപോലെ. വിശക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഭക്ഷണം തന്നെയാണ്. അതുപോലെ നമ്മുടെ ഒരു കൂടപ്പിറപ്പായി കണ്ട് ഈ യുവാവിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.